മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ വയനാട് കളക്ട്രേറ്റ് വളഞ്ഞ് ഇന്ന് സമരം നടത്തി. ദുരന്തബാധിതരും സമരത്തിന്റെ ഭാഗമായി. കളക്ട്രേറ്റിന്റെ 3 കവാടങ്ങളും പൂർണ്ണമായും ഉപരോധിച്ചായിരുന്നു സമരം. ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സമരക്കാർ അനുവദിച്ചില്ല. 2 ജീവനക്കാർ പ്രതിഷേധക്കാരെ മറികടന്ന് അകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ടി സിദ്ദിഖ് MLAയുടെ രാപ്പകൽ സമരത്തിന് പിന്നാലെ ഇന്ന് രാവിലെ 7 മണി മുതലാണ് കളക്ട്രേറ്റ് വളഞ്ഞ് സമരം ആരംഭിച്ചത്. 11 മണിയോടെ ET മുഹമ്മദ് ബഷീർ MP പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കസ്റ്റഡിയിലെടുത്തവരെ കൊണ്ടുപോയ പോലീസ് ബസും പ്രതിഷേധക്കാർ അല്പനേരം തടഞ്ഞു. സമരത്തെ തുടർന്ന് കളക്ട്രേറ്റിലെ ജീവനക്കാർക്ക് 11:30-ക്ക് ശേഷം മാത്രമാണ് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിയും സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും UDF നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. ഇന്ന് നടന്ന സമരത്തിന്റെ ആ കാഴ്ചകൾ നമുക്കൊന്നുകൂടി കാണാം. റോഷ്നി, സമീപകാലത്ത് വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സമരമാണ് ഇന്ന് കൽപ്പറ്റയിൽ നടന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്ന ആദ്യ പ്രത്യക്ഷ സമരമാണ്. 7 മാസം തികയാണ് ഈ ദുരന്തമുണ്ടായിട്ട്. പക്ഷേ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യവും ഇതുവരെ സർക്കാർ ചെയ്തിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് UDF സമരമുഖത്തേക്ക് വന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് വയനാട് കളക്ട്രേറ്റിന് മുൻപിൽ ടി സിദ്ദിഖ് MLA രാപ്പകൽ സമരം ആരംഭിച്ചു. അത് ഇന്ന് രാവിലെ 7 മണിക്കാണ് അവസാനിച്ചത്. MLAയുടെ രാപ്പകൽ സമരം അവസാനിച്ചതിന് പിന്നാലെ തന്നെ വയനാട് കളക്ട്രേറ്റിന്റെ 3 കവാടങ്ങളും പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകർ സമരം ആരംഭിച്ചത്. 10 മണിയോടുകൂടി ഓഫീസ് ആരംഭിക്കേണ്ടതാണ്. 9:00-ഓടുകൂടി ജീവനക്കാർ എത്തിയിരുന്നു. വന്നവരൊക്കെ തന്നെ ഈ സമരപന്തലിന് സമീപമായി ഫുട്പാത്തിൽ നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. അകത്ത് കയറി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് പഞ്ച് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസ് പോകുന്നതുകൊണ്ട് തന്നെ ചില ആളുകൾ വന്ന പോലെ തന്നെ മടങ്ങി പോകുന്ന കാഴ്ച കണ്ടു. മറ്റു ചിലർ ഈ സമരം അവസാനിക്കാൻ വേണ്ടി കാത്തുനിന്ന് ചില ഉദ്യോഗസ്ഥർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പഞ്ച് ചെയ്യാൻ സാധിച്ചു. ഫേസ് ആപ്പ് വഴി ചില ഉദ്യോഗസ്ഥർ ഫുട്പാത്തിൽ നിന്ന് പഞ്ച് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ പ്രതികരണം ചോദിച്ചപ്പോൾ സമരം അവസാനിക്കുന്ന മുറയ്ക്ക് അകത്തേക്ക് കയറുമെന്നാണ് അറിയിച്ചത്. രാവിലെ വന്നിരുന്നു. പഞ്ച് ചെയ്യാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. പഞ്ച് ചെയ്തോ? എന്നാൽ ഈ സമരം നടക്കുന്നതിനിടയിൽ 2 പേർ ഈ സമരം മറികടന്നുകൊണ്ട് അകത്ത് കയറാൻ 2 ജീവനക്കാർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിന് ഇടയാക്കി. ഇതോടുകൂടി 2ാം ഗേറ്റിൽ സമരം ഇരുന്ന പ്രതിഷേധക്കാർ ഈ മതിൽ ചാടിക്കടന്ന് ഈ പ്രതിഷേധക്കാരും അകത്തേക്ക് കയറിയത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് അവരെ തടഞ്ഞു. സമരം പൊളിക്കാൻ വേണ്ടി പോലീസ് സഹായത്തോടുകൂടി കളക്ട്രേറ്റിലെ ജീവനക്കാർ അകത്തേക്ക് കയറിയെന്നാണ് ടി സിദ്ദിഖ് MLA ആരോപിച്ചത്. അവരുടെ വൈകാരിക സമരം, ആ സമരത്തെ പൊളിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ET മുഹമ്മദ് ബഷീർ MP ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പരസ്പരം പഴിചാരുകയാണ്. സർക്കാർ ദുരന്ത ബാധിതർക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ്. ഈ കണ്ണ് തുറക്കണം. പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ദുരന്ത ബാധിതർക്ക് 10 സെന്റ് ഭൂമിയെങ്കിലും നൽകണമെന്നാണ് പ്രധാന ആവശ്യം. ഇന്നലെ മന്ത്രിസഭ യോഗമെടുത്തിരിക്കുന്നത് 7 സെന്റ് ഭൂമി നൽകാമെന്നാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് UDF-ഉം ദുരന്ത ബാധിതരും പറയുന്നത്. റോഷ്നി.